Good morning, dear students. Today we are discussing the topic Black Death. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൻ്റെ എൻഡിൽ ഞാൻ പറഞ്ഞു നിർത്തിയ ഒരു ടോപ്പിക് തന്നെയാണ് ബ്ലാക്ക് ഡെത്ത്. നമുക്കറിയാം, വളരെ രൂക്ഷമായ രീതിയിൽ യൂറോപ്പിനെ പിടിച്ചു കുലുക്കിയ ഇൻസിഡൻ്റാണ് ബ്ലാക്ക് ഡെത്ത്. ഒരു ബാക്ടീരിയ പരത്തിയ പ്ലേഗിൽ നിന്നും അനേക ലക്ഷം ആളുകൾ യൂറോപ്പിൽ മരിച്ചു വീഴാൻ ഇടയായ സാഹചര്യം. ഒരുപക്ഷെ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന COVID-19 രൂക്ഷമായ പ്രതിസന്ധിയാണ് അന്ന് യൂറോപ്പ് അഭിമുഖീകരിക്കേണ്ടി വന്നു. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഇന്ന് കാണുന്നത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് മെഡിസിനൽ സിസ്റ്റം വളർന്നിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, അതുവരെ കണ്ടുപരിചയിച്ചിട്ടില്ലാത്ത പുതിയൊരു അസുഖത്തെ നേരിടേണ്ടത് എങ്ങനെയെന്ന് അറിയാതിരുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് രണ്ടും പ്രതിസന്ധികളാണ് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു വൻകരയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. എന്നിരുന്നാലും അവൈലബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങളും ഉപകരണങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ ഈ ബ്ലാക്ക് ഡെത്തിന് ഒരു എൻഡ് കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതും വലിയൊരു അഡ്വാൻറ്റേജാണ്. അന്നത്തെ കാലത്ത് അതിന് പറ്റിയെന്ന് പറയുമ്പോൾ അത് ആ ഒരു കാലഘട്ടം നേടിയെടുത്ത വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് വേണം കണക്കാക്കാനായിട്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇംഗ്ലണ്ടിൽ സമൂലമായിട്ടുള്ള പല മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ച ഇൻസിഡൻറ്റ് കൂടിയാണ് ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നത്. അതിൽ ചില കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ തന്നെ നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ഏറ്റവും വലിയ പീക്ക് സ്റ്റേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1348 to 1350. ആ ഒരു 2 വർഷം ഏറ്റവും ഹയസ്റ്റിലേക്ക് ബ്ലാക്ക് ഡെത്ത് എത്തിച്ചേർന്ന, അല്ലെങ്കിൽ പ്ലേഗിൻ്റെ സ്പ്രെഡിങ് ഓൾ ഓവർ ദി യൂറോപ്പിനെ പിടിച്ചു കുലുക്കിയ അവസരമാണ് ഈ പറയുന്ന 48 to 50 വരെയുള്ള ആ ഒരു 2 വർഷക്കാലം. ഒരുപക്ഷെ നമ്മളുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു സെക്കൻഡ് വേവിൻ്റെ ഒരു കുറച്ച് ദിവസങ്ങൾ മുൻപുള്ള ഒരവസ്ഥ. പ്രതിദിനം 3 ലക്ഷം 3.5 ലക്ഷം ആളുകൾ കോവിഡ് ബാധിതരാകുന്നത് പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ പ്ലേഗ് പിടിപെട്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം മെഡിസിൻ ഇല്ല, പ്രോപ്പർ വാക്സിനേഷൻ പറ്റില്ല. അന്നത്തെ കാലത്ത് അതൊന്നും അവർ കണ്ടെത്തിയിട്ട് പോലുമില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ പലതരത്തിലും അവർ അന്നത്തെ കാലത്ത് അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഇതിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരാണ് യെർസീനിയ പെസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ഈ പ്ലേഗ് പടർത്തിയിരുന്നത്. അപ്പോൾ ഈ പറയുന്ന ബാക്ടീരിയയെ എങ്ങനെ പ്രതിനിധീകരിക്കും? ഇപ്പോൾ നമ്മൾ പറയുന്ന കൊറോണ വൈറസ്, അത് വൈറസും ഇത് ബാക്ടീരിയയുമാണ് എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും ഈ ബാക്ടീരിയയെ എങ്ങനെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ ഈ ബാക്ടീരിയ പരത്തുന്ന അസുഖത്തെ എങ്ങനെ പിടിച്ചു നിർത്തണം എന്നുള്ളത് അറിയാതെ നിൽക്കുന്ന ഒരു കാലഘട്ടം. മറ്റൊന്ന്, സ്കിന്നിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ കളറിൽ ഒരു നീര് വരിക, അല്ലെങ്കിൽ പാടുകൾ ഉണ്ടാവുക. ഇതാണ് പ്രധാനമായിട്ടും എന്ത് സംഭവിക്കാൻ കാരണം, ഇതിന് ബ്ലാക്ക് ഡെത്ത് എന്ന് പേര് വരാൻ കാരണം. അല്ലെങ്കിൽ ആ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരന്തം, ട്രാജഡി ഓഫ് 14th century എന്നോ, അല്ലെങ്കിൽ 1350 ദുരന്തമെന്നോ, അങ്ങനെ പല പേരുകളിൽ വിളിക്കായിരുന്നു. അല്ലെങ്കിൽ തന്നെ പ്ലേഗ് ഡെത്ത് എന്ന് പേരിടായിരുന്നു. പക്ഷേ അവരെ ബ്ലാക്ക് ഡെത്ത് എന്ന് പേരിടാൻ കാരണം, ഒന്ന്, ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട സംഭവമാണ്. കാരണം അതുവരെ യൂറോപ്പ് എന്നല്ല ഒരു രാജ്യവും ഇത്തരത്തിലൊരു പ്രതിസന്ധി, ഇത്രയും ആളുകൾ മരിക്കാനിടയാകുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ബ്ലാക്ക് കളറിലോ ബ്ലൂ കളറിലോ സ്കിന്നിലെ പാടുകൾ വരുത്തുന്നതോടു കൂടി അതിനെ ബ്ലാക്ക് ഡെത്ത് എന്നുള്ള പേരിട്ട് വിളിക്കാൻ അവർ തീരുമാനിക്കുകയായിരുന്നു. മറ്റൊന്ന്, 1377 നമ്മൾ ഇന്ന് കൊറോണ വൈറസ് അല്ലെങ്കിൽ COVID-19 എന്ന ഈ മഹാമാരി വന്നതിന് ശേഷം വളരെയധികം കേട്ട പേരാണ്, വാക്കാണ് ക്വാറന്റൈൻ. ഒരുപക്ഷെ 2020 മാർച്ചിൽ
ഗൂഗിൾ നടത്തിയ ഒരു അസസ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത വാക്ക് ക്വാറന്റൈൻ എന്ന വാക്കാണെന്നാണ് അവർ കണ്ടെത്തിയത്. ആ മാർച്ച് ടു ഏപ്രിൽ വരെയുള്ള 2020 ആ ഒരു കാലഘട്ടം ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്ത വാക്ക്. കാരണം ക്വാറന്റൈൻ എന്ത് എന്നുള്ളത് അതുവരെ കേൾക്കാത്തൊരു കാര്യം. പക്ഷേ 1377 ക്രൊയേഷ്യ എന്ന് പറയുന്ന യൂറോപ്യൻ കൺട്രി ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. ക്രൊയേഷ്യ നമുക്കറിയാം, അടുത്ത കഴിഞ്ഞുപോയ വേൾഡ് കപ്പിലും യൂറോ കപ്പിലൊക്കെ വളരെ വലിയ പ്രാധാന്യമർഹിക്കുന്ന രീതിയിൽ നേട്ടം കൈവരിച്ച രാജ്യമാണ്. പ്രത്യേകിച്ച് വേൾഡ് കപ്പിൽ സെമിയിലേക്കൊക്കെ കടന്നു വരാൻ മാത്രം ഉയർച്ച നേടിയ ഒരു രാജ്യം. അവിടെയാണ് നമ്മൾ ശരിക്കും ഇന്ത്യ എന്ന് പറയുന്നൊരു രാജ്യത്തിൻ്റെ പോരായ്മ ശരിക്കും തിരിച്ചറിയുന്നു. കാരണം 136 കോടി ജനങ്ങളുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യത്തിന് ഫുട്ബോളിൽ ഒന്നും തന്നെ ആകാൻ കഴിയാതെ പോകുന്ന ഒരവസ്ഥ. അപ്പോഴാണ് ക്രൊയേഷ്യ എന്ന് പറയുന്ന കേരളത്തിൻ്റെ പകുതി പോലും ജനസാന്ദ്രതയില്ലാത്ത ഒരു രാജ്യം ലോകത്തിൻ്റെ ഫുട്ബോൾ മാമാങ്കത്തിൽ വലിയ നേട്ടം കൈവരിക്കുന്നു. പല കാരണങ്ങളുണ്ടായിരിക്കാം, കാരണങ്ങൾ ചകഞ്ഞു പോകുന്നതിലല്ല കാര്യം. പക്ഷേ നമ്മളുടെ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻ്റായിട്ടൊരു കാര്യം ചെയ്യാൻ കഴിയാത്തതിൻ്റെ. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ചോദ്യം വരും, ചൈന വേൾഡ് കപ്പ് ഫുട്ബോളിൽ എന്താ ചെയ്യുന്നതെന്ന്. വേൾഡ് കപ്പ് ഫുട്ബോളിലൊന്നും ചെയ്യുന്നില്ലായിരിക്കാം. അതേസമയം ഒളിമ്പിക്സ് പോലെ ലോകം മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്നൊരു ഗെയിംസിൻ്റെ ഭാഗമായിട്ട് അവർ നേടിക്കൂട്ടുന്ന സ്വർണങ്ങളുടെയും മെഡലുകളുടെയും എണ്ണം മാത്രം മതി. അവിടെയും ഇന്ത്യ തികഞ്ഞ പരാജയമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മ. ഫുട്ബോളിനെ പ്രോത്സാഹിപ്പിക്കാൻ അവർ ചൈനീസ് ലീഗൊക്കെ നടത്തുന്നുണ്ട്. ഇഷ്ടം പോലെ വിദേശ താരങ്ങൾ വന്ന് കളിക്കുന്ന ചൈനീസ് ലീഗ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇനിയും ഒരുപാട് നല്ല താരങ്ങൾ വരും, ഇനിയും ഒരുപാട് മികച്ച കളിക്കാരും ഉയർന്നു വരും. പക്ഷെ അപ്പോഴും ഇന്ത്യ എവിടെയാണോ നിന്നിരുന്നത് അവിടെ നിന്ന് വലിയൊരു മൂവ്മെൻറ്റിന് പോലും ശ്രമിക്കാൻ കഴിയാതെ നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. എന്നിരുന്നാലും ക്വാറന്റൈൻ എന്ന വാക്ക് ആദ്യമായിട്ട് കേട്ടു തുടങ്ങിയതും അല്ലെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്തിയതും ക്രൊയേഷ്യ എന്ന് പറയുന്ന രാജ്യമാണ്. അത് 1377 നടപ്പിലാക്കിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. മറ്റൊന്ന്, എൻറ്റയർ യൂറോപ്പിൻ്റെ 30 to 60% ഏകദേശം 60% എന്ന് പറഞ്ഞാൽ 100 പേരുണ്ടെങ്കിൽ അതിൽ 60 പേര് അല്ലെങ്കിൽ 30 മുതൽ 60 വരെ ആളുകൾ യൂറോപ്പിൽ മാത്രം മരിക്കാൻ ഇടയായ സാഹചര്യം ഉണ്ടായി. അപ്പോൾ 1/3 എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ കാര്യത്തിലാണ്. ഇവിടെ 1/3 എത്തുന്നില്ല. എന്നിരുന്നാലും 2/3 ഭാഗം എത്തിയില്ലെങ്കിലും 1/2 ആൾക്കാർ മരിക്കാൻ ഇടയായ സാഹചര്യം യൂറോപ്പിൽ മൊത്തത്തിൽ പ്രതിഫലിച്ചു. ജനസംഖ്യ കുറഞ്ഞാൽ എന്താ ഉണ്ടായിരിക്കുക? ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുക ഹ്യൂമൻ റിസോഴ്സിനാണ്. ആളുകളെ കിട്ടാത്ത സാഹചര്യം വരെ, അത് ജോലി ചെയ്യാനായിക്കോട്ടെ മറ്റെന്ത് പ്രവർത്തനങ്ങൾക്കും ആയിക്കോട്ടെ. അവർ തന്നെയാണല്ലോ, ആളുകളാണല്ലോ ബിസിനസ് ചെയ്യുന്നത്, ആളുകളാണ് കൃഷി ചെയ്യുന്നത്, ആളുകളാണ് ട്രേഡിംഗ് പോലെയുള്ള വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത്. സോ ആളുകളുടെ എണ്ണം കുറയാന്ന് പറഞ്ഞാൽ അതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി നേരിടേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പോൾ 30 to 60% ഓഫ് ദി ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് യൂറോപ്പ്. ദെൻ ചില ഇമ്പാക്റ്റുകളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഷോർട്ടേജ് ഓഫ് ഫാം ലേബേഴ്സ്. തോട്ടങ്ങളിൽ പണിയെടുക്കാൻ കൃഷി ചെയ്യാൻ ആളുകളെ കിട്ടാത്ത സാഹചര്യം. അതെങ്ങനെയാണ് ആളുകളെ കിട്ടാൻ ഇത്ര ഷോർട്ടേജ് വരുന്നത്? ഷോർട്ടേജ് വരും കാരണം അവരൊക്കെ ഇവിടെ, നിങ്ങൾക്കറിയാം, ഒരു പാടം കൃഷി ചെയ്യാൻ തീരുമാനിച്ചാൽ, നമ്മളിവിടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ പാടങ്ങൾ കാണുന്നതാണ്. ഈ പാടത്തൊക്കെ കൃഷി ചെയ്യാൻ തീരുമാനിച്ചാൽ നമുക്കറിയാം, ഒരു 10 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ആ 10 ഏക്കർ പാടത്ത് കൃഷി ഇറക്കണമെങ്കിൽ ചുരുങ്ങിയത് 50 പണിക്കാർ വേണ്ടി വരും ചിലപ്പോൾ. കാരണം ഇത് ഉഴുതുമറിക്കാനും അവിടെ വിത്ത് വിതയ്ക്കാനും അവിടെ നിന്ന് അത് പൊന്തി വരുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് കളകൾ പറിച്ച് കളയാനും അത് കഴിഞ്ഞ് അതിനെ ഇടയിലെ ജലസേചനം നടത്താനും അത് കഴിഞ്ഞാൽ വളപ്രയോഗങ്ങൾ നടത്താനും അത് കഴിഞ്ഞ് ഞാറ് പറിച്ച് നട്ട് ഇതാക്കുന്ന രീതിയിലേക്ക് അതിനെ റീഅറേഞ്ച് ചെയ്യാനും അത് കഴിഞ്ഞാൽ അത് കൊയ്യാനും മെതിക്കാനും അത് പിന്നെ ചാക്കുകളിലേക്ക് ശേഖരിക്കാനും മില്ലുകളിലേക്ക് എത്തിക്കാനും വളരെ വലിയൊരു ഹ്യൂജ് പ്രോസസ്സ് തന്നെ വേണം ഒരു വലിയ ഏരിയയിൽ കൃഷി ചെയ്തെടുക്കാൻ എന്ന് പറയും. അത്തരം പണിക്ക് ആളുകളെ കിട്ടാത്ത സാഹചര്യം ഉണ്ടായി. കാരണം ഒരു വലിയ ഏരിയയിൽ
1000 പേര് താമസിച്ചേർന്നോർത്ത് 100 പേര് കൃഷിപ്പണിയാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കൂ. ജസ്റ്റ് എൻ എക്സാമ്പിൾ ആണ് കേട്ടോ. 1000 പേര് താമസിക്കുന്ന ഒരു വലിയ ലാൻഡ് ഏരിയ, അവിടെ 100 പേര് കൃഷിക്കാരാണ്. ഈ 1000 പേരിൽ 600 പേര് മരിച്ചുപോയി പ്ലേഗ് കാരണം. ബാക്കി 400 പേരേ ഉള്ളൂ. ഈ 400 പേര് വെച്ചിട്ട് അവരെല്ലാവരും വർക്ക് ചെയ്താൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അത്രയും പേർക്ക് ജോലി കിട്ടാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായാൽ തന്നെ അവരെ കൊണ്ടൊക്കെ പണിയെടുപ്പിക്കുക എന്ന് പറയുന്നതും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം ഈ സർവൈവ് ചെയ്യുന്ന 400-ൽ ഡിപ്പെൻഡൻറ്റ് ക്ലാസ് ആയിട്ടുള്ളൊരു വലിയ വിഭാഗം ഉണ്ടായിരിക്കും, കുട്ടികളുണ്ടായിരിക്കും, 60 വയസ്സിന് മുകളിലുള്ള പണിക്ക് പോകാൻ കഴിയാത്ത ഫാമിലി ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ ഉത്തരവാദിത്തം ബാക്കി നിൽക്കുന്ന ഒരു ചെറിയ സംഖ്യയിലേക്ക് ഒതുങ്ങുകയും ആ ചെറിയ സംഖ്യ കൊണ്ട് ആവശ്യമായിട്ടുള്ള ഫാം ലേബേഴ്സിനെ ലഭ്യമല്ലാത്ത സാഹചര്യം ഇംഗ്ലണ്ടിൽ ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് അവിടുത്തെ പ്രതിസന്ധി എന്ന് പറയും. ഓക്കെ, ദെൻ സ്റ്റേറ്റ്യൂട്ട് ഓഫ് ലേബേഴ്സ് ഇൻ 1351, 1351 ഒരു സ്റ്റാറ്റ്യൂട്ട് പുറപ്പെടുവിക്കുകയാണ് ഇംഗ്ലീഷ് ഗവൺമെൻറ്. എന്തിനാണ് സ്റ്റാറ്റ്യൂട്ട് പുറപ്പെടുവിക്കുന്നത്? സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നിയമമാണ്. നിയമത്തിൽ തന്നെ തൽസ്ഥിതി തുടരുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ലേബേഴ്സ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഉണ്ടാക്കപ്പെടുന്ന പ്രോഡക്റ്റിന് അതിന് കുറച്ച് എക്കണോമിക്സ് നിങ്ങൾക്ക് അറിയണം. ബേസിക് എക്കണോമിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നിരുന്നാലും ഞാൻ നിങ്ങളുമായിട്ട് ഇത് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവാനുള്ള എളുപ്പത്തിന് വേണ്ടി പറയുന്നതാണ്. നമുക്കറിയാം ഏതൊരു ഇക്കോണമിയും ഡിമാൻഡ്, അതുപോലെ തന്നെ സപ്ലൈ, അതുപോലെ തന്നെ പ്രൈസ്, ഈ 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഹൈക്ക് ആവുന്നതും ഡിക്രീസ് ആവുന്നതും ഒക്കെ. ഈ ഹൈക്കും ഡിക്രീസും ഒക്കെ ഒരു ഇക്കോണമിയെ ശരിക്കും ബാധിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലനം ഒന്ന് മറ്റൊന്നിനോട് ബന്ധപ്പെട്ട് കിടക്കും. ഉദാഹരണത്തിന് പ്രൈസ് ഹൈക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. ഡിമാൻഡ് ഡിക്രീസ് ആയാൽ ഓട്ടോമാറ്റിക്കലി സപ്ലൈയും ഡിക്രീസ് ചെയ്യണം. സപ്ലൈ കൂടിയിട്ട് എന്താ കാര്യമുള്ള? ഒരു കാര്യമില്ല. അതേസമയം പ്രൈസ് കുറയുന്ന സമയത്ത് സപ്ലൈ ഒരുപാടുണ്ട്. അപ്പോൾ സപ്ലൈ കൂടുതലായി കഴിഞ്ഞാൽ പ്രൈസ് ചിലപ്പോൾ ഡിക്രീസ് ചെയ്യാനായിട്ട് കാരണമാവും. പ്രൈസ് ഡിക്രീസ് ചെയ്താൽ ഒരു പരിധിവരെ ഡിമാൻഡിനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അതിനേക്കാൾ സർപ്ലസ് ആണ് നമ്മളുടെ സപ്ലൈ എങ്കിൽ ഒരിക്കലും ഈക്വിലിബ്രിയം അച്ചീവ് ചെയ്യാനായിട്ട് പറ്റാത്ത സാഹചര്യം വരും. അങ്ങനത്തെ ചില സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സവാള ചാക്ക് കണക്കിന് കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടി, കടലിലെറിഞ്ഞു, ഗോതമ്പ് കടലിൽ കെട്ടിത്താഴ്ത്തി. എന്തിനു വേണ്ടിയിട്ടാ? മിനിമം എമൗണ്ട് ഓഫ് പ്രൈസ് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ പറ്റിയില്ല. ഡിമാൻഡ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക, സപ്ലൈ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ചില സമയങ്ങളിലൊക്കെ നിങ്ങൾ പച്ചക്കറിയൊക്കെ മേടിക്കാൻ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ഒരു ഘട്ടത്തിൽ സബോളയ്ക്ക് ചിലപ്പോൾ കിലോയ്ക്ക് 50 രൂപയ്ക്ക് വില വരും. ചില സമയത്ത് അതേ സബോള തന്നെ 4 കിലോ 50 രൂപയായിട്ട് കൊടുക്കുന്നതാണ്. സർപ്ലസ് ആണ്, പ്രൊഡക്ഷൻ ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയമാണ്. എന്നാൽ അതിനനുസരിച്ചുള്ള ഡിമാൻഡ് വരുന്നില്ല. അപ്പോൾ ആൾക്കാരെ കൊണ്ട് നിർബന്ധിച്ച് ഡിമാൻഡ് ചെയ്യിപ്പിക്കുകയാണ്. കാരണം ഈ സപ്ലൈക്ക് അനുപാതികമായിട്ടുള്ള ഡിമാൻഡിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റണം. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലേബേഴ്സ് പ്രഖ്യാപിക്കാനുള്ള കാരണം ഇംഗ്ലണ്ടിൻ്റെ ഗവൺമെൻറ് പറയുന്ന ന്യായീകരണമാണ്. ഷോർട്ടേജ് ഓഫ് ഫാം ലേബേഴ്സ് വന്നപ്പോൾ എന്നെ ബേസ് ചെയ്ത് നിൽക്കുന്ന 5 പേരെൻ്റെ ഫാമിലിയിലുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഞാൻ ഈ 5 പേരെ തീറ്റിപ്പോറ്റണം. ഈ 5 പേരെ ഞാൻ തീറ്റിപ്പോറ്റണമെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് കിട്ടിയിരുന്ന വേജിലൂടെ കാര്യങ്ങൾ നടന്നു പോവില്ല. കാരണം ഷോർട്ടേജ് ഓഫ് ഫാം ലേബേഴ്സ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഷോർട്ടേജ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് എന്ന് പറയുന്നത് സംഭവിക്കും. അതായത് സപ്ലൈ കുറയും. ഫാമിൽ പണിക്കാരില്ല, അതുകൊണ്ട് പ്രോഡക്റ്റ് ഉണ്ടാവുന്നില്ല, അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കിട്ടാനുമില്ല. കിട്ടാനില്ലാത്ത സാധനത്തിന് എന്ത് ചെയ്യും? വില കൂടും, സ്വാഭാവികം. ആകെ കുറച്ചുള്ളൂ എങ്കിൽ ആ കുറച്ചെണ്ണത്തിന് കൂടുതൽ വിലയ്ക്ക് വിറ്റ് ഡിമാൻഡ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ കിലോന് 10 രൂപയുള്ളൊരു സാധനം മേടിക്കാൻ 100 ആളുണ്ടെങ്കിൽ കിലോന് അതേ സാധനം തന്നെ 50 രൂപ എന്ന് പറഞ്ഞാൽ ഈ 100 ആൾ ചിലപ്പോൾ ഒറ്റയടിക്ക് 25 ആളായിട്ട് കുറയും. കാരണം 50 രൂപ കൊടുത്ത് ആ പ്രോഡക്റ്റ് മേടിക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. അതാണ് ഈ ഡിമാൻഡും സപ്ലൈയും പ്രൈസൊക്കെ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്.
ഇതേ ബന്ധമാണ് ഇവിടെയും സംഭവിക്കുന്നത്. ലേബേഴ്സിന് ഫാമിൽ ഷോർട്ടേജ് വന്നപ്പോൾ ഉള്ള പണിക്കാർ തന്നെ കൂടുതൽ വേജ് ആവശ്യപ്പെടാൻ തുടങ്ങി. കാരണം അവർക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. ആ പ്രൈസ് ഇൻക്രീസിനെ മറികടക്കണമെങ്കിൽ അവർക്കിവിടെ വേജ് ഹൈക്ക് എന്ന് പറയുന്നത് ലഭ്യമാവണം. ഈ സമയത്താണ് ഇംഗ്ലീഷ് ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കുന്നത്, സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലേബേഴ്സ് ഇൻ 1351. ഈ നിയമപ്രകാരം ഒരു പെസൻറ്റ് പ്രീ പ്ലേഗ് പീരീഡിൽ, അതായത് പ്ലേഗിന് മുൻപുള്ള കാലഘട്ടത്തിൽ എത്ര വേജിനാണോ പണിയെടുത്തിരുന്നത്, he or she has to be continue the same wage limit. നടക്കുമോ? നടക്കില്ല. പക്ഷെ ഗവൺമെൻറ് പറയുന്നു അങ്ങനെ ചെയ്യണമെന്ന്. അങ്ങനെ സ്റ്റാറ്റ്യൂട്ട് പുറപ്പെടുവിച്ച് പ്ലേഗ് വരുന്നതിന് മുമ്പ് എത്രയാണോ നമുക്ക് കൂലി കിട്ടിയിരുന്നത് ആ കൂലിക്ക് തന്നെ നിശ്ചിത സമയം പണിയെടുക്കാൻ ആര് തയ്യാറാവണം? ലേബേഴ്സ് തയ്യാറാകണം എന്നുള്ള നിയമമാണ് 1351 ആര് പുറപ്പെടുവിച്ചത്? ഇംഗ്ലീഷ് ഗവൺമെൻറ് പുറപ്പെടുവിച്ചത്. ഈ നിയമം തെറ്റിക്കുന്നവർക്ക് പണിഷ്മെൻ്റ് ഉണ്ട്. ആ പണിഷ്മെൻറ്റിൻ്റെ പേരാണ് സ്റ്റോക്സ്. എന്താണ് സ്റ്റോക്സ് എന്നും എങ്ങനെയാണ് ഈ പണിഷ്മെൻറ്റ് നടപ്പിലാക്കുന്നതെന്നൊക്കെ ഞാൻ അടുത്ത ഭാഗത്തിൽ പറയാം. ഇനി ബ്ലാക്ക് ഡെത്ത് കൊണ്ടുണ്ടായ ഒരു ഇമ്പാക്റ്റിൽപ്പെട്ട, അല്ലെങ്കിൽ ഡയറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇൻഡയറക്റ്റ്ലി ഒരു ഇമ്പാക്റ്റാണ് പെസൻറ്റ് റിവോൾട്ട് ഓഫ് 1381 എന്ന് പറയുന്നത്. പെസൻസ് റിവോൾട്ട് ചെയ്യാണ് കർഷകർ. കാരണം എന്താ? ഇത് പറ്റില്ല, സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലേബേഴ്സ് പറ്റില്ല, പഴയ എമൗണ്ടിൽ പണിയെടുക്കാൻ. അതെങ്ങനെ ശരിയാവണ്? അത് പറ്റില്ല എന്നവർ ഉറപ്പിച്ച് പറഞ്ഞു. അതിൻ്റെ പ്രതിഷേധമായിട്ട് പെസൻസിൻ്റെ, കർഷകരുടെ ഭാഗത്തുനിന്ന് ഒരു റിവോൾട്ട് സംഭവിക്കുകയാണ്. മറ്റൊരു ഇമ്പാക്റ്റാണ് വീക്കെൻഡ് ദ ഫ്യൂഡൽ സിസ്റ്റം. നമ്മൾ ഓൾറെഡി പലതവണ ഡിസ്കസ് ചെയ്ത വിഷയമാണ്. എങ്ങനെയാണ് ഫ്യൂഡൽ സിസ്റ്റത്തിന് തകരാറ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്ത് കോട്ടമാണ് ബ്ലാക്ക് ഡെത്ത് കൊണ്ടുണ്ടായത് എന്നൊക്കെ നമ്മൾ പല ആവർത്തിച്ച് പറഞ്ഞാണ്. ബ്ലാക്ക് ഡെത്ത് മൂലം പല ഫ്യൂഡൽ ലോഡ്സും മരിച്ചു, അവരുടെ ഭൂമി സാധാരണക്കാരനെ ഏറ്റെടുത്തു. അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഇയാൾ ക്രൂസൈഡിലോ 100 years വാറിലൊക്കെ പങ്കെടുക്കാൻ പോയ സമയം കൊണ്ട് ഇവരുടെ സ്വാതന്ത്ര്യം മേടിച്ചെടുത്തു. പലർക്കും അങ്ങനെ നേട്ടം ഉണ്ടാക്കാനായിട്ട് പറ്റി. അതൊക്കെ പല കാരണങ്ങൾ. മറ്റൊന്ന്, ആദ്യമായിട്ട് ഇംഗ്ലീഷ് ഗവൺമെൻറ് സെക്യൂർ ലൈഫ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറി ചിന്തിക്കാൻ ബ്ലാക്ക് ഡെത്ത് കാരണമായി. അതുവരെ യുദ്ധം, രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, അതുവരെ ലൈഫ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ഘടകമേ അല്ലായിരുന്നു. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു രാജ്യത്തിൻ്റെ മെയിൻ പ്രൈമറി ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് നിലനിന്നിരുന്നില്ല. പബ്ലിക് ഹെൽത്ത് പോലെയുള്ള വിഷയങ്ങൾ. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം ഉടലെടുത്തപ്പോൾ അവരാദ്യം ചിന്തിച്ചത് എങ്ങനെ ജനങ്ങളുടെ ജീവിതം സേഫ് ആക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ആ സേഫ്റ്റിക്കും സെക്യൂർ ലൈഫ്സിനും പ്രാധാന്യം കിട്ടാൻ തുടങ്ങിയത് ഈ ബ്ലാക്ക് ഡെത്ത് കടന്നു വന്നതിന് ശേഷമാണ്. അപ്പോൾ അവർക്കൊരു പുതിയ ദിശാബോധം, പുതിയൊരു ആശയം മുന്നോട്ട് വെച്ചു കൊടുത്തു. ദെൻ ഒരുപാട് പേര് പെസൻട്രിയിൽ നിന്ന്, അല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ നിന്ന് ഷീപ്പ് ഫാമിങ്ങിലേക്ക് മാറാൻ ഇത് കാരണമായി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു വലിയ ലാൻഡ് ഏരിയയിൽ 50 പണിക്കാരെ നെല്ല് വിതയ്ക്കാനും കൊയ്യാനും മെതിക്കാനൊക്കെ ആയിട്ട് വേണമെങ്കിൽ അത്രയും വലിയ ഏരിയയിൽ ആടുകളെ വളർത്തിയാൽ, ചെമ്മരിയാടുകളെ വളർത്താൻ തീരുമാനിച്ചാൽ വളരെ കുറച്ച് പണിക്കാർ മതി. ആ ആടിനെ തീറ്റാൻ കൊണ്ടുപോകാനും ആ ആടിന് വേണ്ട സാധനങ്ങൾ എടുത്തു കൊടുക്കാനൊക്കെ ഒരു 5-6 പണിക്കാരുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കും. അത്രയും വലിയ ലാൻഡ് ഏരിയയിൽ അത്രയധികം ആടുകളെ നോക്കാൻ 5-6 പേര്, 40-45 ആളുടെ കൂലി അവിടെ ലാൻഡ് ഓണർക്ക് ലാഭമാണ്. ഒരുപക്ഷെ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റിന് കിട്ടുന്നത്ര ലാഭം വൂൾസോ അല്ലെങ്കിൽ ക്ലോത്ത് ഫാമിങ്ങിനോ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ കിട്ടില്ലായിരിക്കാം. എന്നിരുന്നാലും ഇത്രയധികം ആൾക്കാർക്ക് കൂലി കൊടുക്കണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു ഇക്കണോമിക്കൽ എൻ്റർപ്രൈസ് ആയിട്ട് തന്നെയാണ് അന്ന് കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ക്ലോത്ത്, വൂൾ രണ്ടിൻ്റെയും ഉൽപ്പാദനം വളരെ കൂടാനായിട്ട് ബ്ലാക്ക് ഡെത്ത് ഒരു കാരണമായി തീർന്നു എന്നാണ് പറയുന്നത്. ഷീപ്പ് ഫാമിങ്ങിലൂടെ ക്ലോത്തുകളും അതുപോലെ തന്നെ വൂൾസും ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത്
ബ്ലാക്ക് ഡെത്ത് കൊണ്ടുണ്ടായ ഒരു നേട്ടം എന്ന് പറയുമ്പോഴും ഞാൻ പറയുന്നു, ഒരിക്കലും നല്ലത് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, മോശം അവസ്ഥ തന്നെയായിരുന്നു. പക്ഷേ അതിൽ നിന്നൊരു ബെനിഫിറ്റ് അവർക്ക് ഉണ്ടായത്, അവർ 2 മേഖലയിൽ ശക്തമായിട്ട് ഇംഗ്ലണ്ടിന് ഉയർന്നു വരാൻ ഇത് ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു. സോ ബ്ലാക്ക് ഡെത്ത്. The Black Death was one of the most devastating pandemic in human history. The death toll reached at its peak in Europe between 1348 to 1350. It caused an outbreak of plague by the bacterium Yersinia pestis. ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. 1348 മുതൽ 50 വരെയുള്ള കാലഘട്ടത്തിൽ പീക്ക് സ്റ്റേജിലെത്തി. യെർസീനിയ പെസ്റ്റിസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഈ രോഗം പരത്തിയിരുന്നത്. ഇറ്റ് ബിഗാൻ ഇൻ ഏഷ്യ ആൻഡ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദ മെഡിറ്ററേനിയൻ ആൻഡ് യൂറോപ്പ് ഓൺ ട്രേഡിംഗ് ഷിപ്പ്. അപ്പോൾ അത് വലിയൊരു പ്രത്യേകതയായിരുന്നു, അല്ലെങ്കിൽ വലിയൊരു തിരിച്ചറിവായിരുന്നു. ഇതുണ്ടായത് ശരിക്കും ഏഷ്യയിലാണെങ്കിലും ഇവർ ട്രേഡ് നടത്തിയിരുന്നത് കൊണ്ട് ആ ട്രേഡിങ്ങിലൂടെ, പ്രോഡക്റ്റുകളിലൂടെ, അല്ലെങ്കിൽ ആളുകൾ തമ്മിലുള്ള ആശയസംവദനത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ കോണ്ടാക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇത് കടന്നു വരികയും മെഡിറ്ററേനിയൻ സീ വഴി ഇത് ട്രേഡിംഗ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് യൂറോപ്പിലേക്ക് വരികയും ചെയ്തു എന്നാണ് പറയുന്നത്. The term Black Death probably came from the black and blue swellings that appeared on the skin of the victims. അസുഖം ബാധിക്കുന്നവരുടെ സ്കിന്നിൽ ബ്ലാക്ക് ഓർ ബ്ലൂ കളറിൽ ഒരു എന്താ പറയുക, നീര് വന്ന് വീർക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു പാട് പോലെയോ വരുന്നത് കൊണ്ടാണ് അതിനെ ബ്ലാക്ക് ഡെത്ത് എന്നുള്ള പേര് ഇടാൻ കാരണം. The unhygienic condition in which people lived contributed significantly to the spread of the bubonic plague. പ്ലേഗ് പടർന്നു പിടിക്കാനുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അന്ന് വരെ ഉണ്ടായിരുന്ന അവരുടെ അൺഹൈജീനിക് ആയിട്ടുള്ള ജീവിത രീതിയായിരുന്നു. The importance of hygiene was only recognized in the 19th century. Until then, it was common that the streets were filthy with live animals of all sorts around and human fleas and ticks abounding. അപ്പോൾ പലതരത്തിലുള്ള വേസ്റ്റുകൾ, അവശിഷ്ടങ്ങൾ, ജീവനുള്ള കന്നുകാലികൾ, നാൽക്കാലികൾ, എല്ലാ തരത്തിലുള്ളവരും ജനങ്ങളും ഒക്കെ സ്ട്രീറ്റിൽ തിങ്ങി നിറഞ്ഞ് വളരെ മോശമായിട്ടുള്ള സ്ട്രീറ്റുകളായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ തന്നെ. അന്നൊന്നും ഒരു പേഴ്സണൽ ഹൈജീനിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഹൈജീൻ്റെ ആവശ്യകതയെ കുറിച്ചിട്ടൊന്നും അവർ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. Any transmissible disease will spread easily in such conditions. One benefit of the Black Death was the establishment of the idea of quarantine in Dubrovnik, a city in modern Croatia, in 1377 after continuing outbreaks. തുടർച്ചയായിട്ട് ഇതിങ്ങനെ ശക്തമായിട്ട് പടർന്നു പിടിക്കാൻ തുടങ്ങിയപ്പോൾ 1377 ക്വാറന്റൈൻ ഏർപ്പെടുത്താനായിട്ട് ക്രൊയേഷ്യ തീരുമാനിച്ചു. The Black Death is estimated to have killed 30% to 60% of Europe population. It reduced the world population from an estimated 450 million to between 350 and 375 million in 1400. 1400 ആയപ്പോഴേക്കും 450 മില്യൺ ഉണ്ടായിരുന്നിടത്ത് 350 to 375 മില്യണിലേക്ക് ടോട്ടൽ ജനസംഖ്യ ചുരുക്കാനായിട്ട് അത് കാരണമായി. ദാറ്റ് മീൻസ് 75 മില്യൺ ആളുകൾ പ്ലേഗ് മൂലം എൻറ്റയർ വേൾഡിൽ, യൂറോപ്പിലല്ല എൻറ്റയർ വേൾഡിൽ മരിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായി. The Black Death reached a series of religious, social and economic upheavals which had profound effect on the course of European history. It took 150 years for Europe's population to recover. The plague returned at various times, killing more peoples
until it left Europe in the 19th century. പല ഘട്ടങ്ങളിലായിട്ട് പ്ലേഗ് വീണ്ടും വീണ്ടും യൂറോപ്പിലേക്ക് കടന്നു വരികയും ഒരുപാട് ആൾക്കാരെ കൊല്ലുകയും പിന്നീട് 19th സെഞ്ച്വറിയോട് കൂടിയിട്ടാണ് പ്ലേഗ് എന്ന് പറയുന്ന അവസ്ഥ ഇംഗ്ലണ്ടിൽ നിന്നും പൂർണ്ണമായിട്ട് തുടച്ചു നീക്കപ്പെട്ടത്. പലതവണ ഒക്കേഷണൽ ബ്രേക്കുകളിൽ അത് വീണ്ടും വീണ്ടും ഇംഗ്ലണ്ടിനെ പിടിച്ചു കുലുക്കിയ സംഭവം തന്നെയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇഫക്ട്സ് ആണ്. ഇഫക്ട്സ് ഓഫ് ദി ബ്ലാക്ക് ഡെത്ത് ഇൻ ഇംഗ്ലണ്ട്. ബ്ലാക്ക് ഡെത്ത് ഹാഡ് പ്രൊഫൗണ്ട് ഇമ്പാക്ട് ഇൻ ദി ലൈവ്സ് ഓഫ് ഇംഗ്ലീഷ് പീപ്പിൾ. ഇറ്റ് ഡീപ്ലി അഫക്റ്റഡ് ഇൻ ദി social, economic and religious spheres. Among the most important immediate consequence of the Black Death in England was the shortage of farm labourers. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്കിനി ജസ്റ്റ് ഇതൊന്ന് ഈ പോർഷനിലൂടെ ഒന്ന് കടന്നു പോകാനേ ഉള്ളൂ. എങ്ങനെ ഷോർട്ടേജ് സംഭവിച്ചു എന്നും എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നൊക്കെ ഞാൻ വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. The shortage of labour cost corresponding rise in wages. ഞാൻ ഓൾറെഡി പറഞ്ഞു എങ്ങനെയാണത് സംഭവിക്കുക എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മളതിന് സിമ്പിളായിട്ട് നമ്മളുടെ ഇപ്പോഴത്തെ വീടുകളിലൊരു സാഹചര്യം മാത്രം എടുത്താൽ മതി. ഇതിപ്പോൾ നമ്മുടെ ഒരു വീടാണെന്ന് വിചാരിക്കൂ. അവിടെ മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, നിങ്ങളുണ്ട്, ഒരു അനിയനോ ഒരു അനിയത്തിയോ ഉണ്ട്. അപ്പോൾ ടോട്ടൽ 4 + 2 = 6 മെമ്പേഴ്സ്. ഇതിൽ ഏണിംഗ് മെമ്പർ എന്ന് പറയുന്നത് അച്ഛൻ മാത്രമാണെന്ന് വിചാരിക്കും. ജസ്റ്റ് ഇമാജിൻ ചെയ്യൂ, അച്ഛന് ഒരു മാസം 25,000 സാലറി ഉണ്ടെന്ന് വിചാരിക്കും. ഈ 25,000 സാലറി ഉള്ള ഒരു വീട്ടിലെ ഒരു ഗൃഹനാഥൻ, വേറൊരു വീട്, മറ്റൊരു വീട്. ഇവിടെയൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ. ഒരു പക്ഷേ ബ്ലാക്ക് ഡെത്ത് വന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വീട്ടിലെ ഗൃഹനാഥനും മരിച്ചുപോയി എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ 2 വീടുകൾക്കും ഈ പറയുന്ന 25,000 ഏണിങ്സ് പിന്നെ കിട്ടാനില്ല. ഇവർക്കൊക്കെ ഒരേ സ്ഥലത്താണ് വർക്കെങ്കിൽ 4 പേര് ചെയ്തിരുന്ന വർക്ക് ഇവർ 2 പേര് മാത്രമായിട്ട് ചെയ്യണം. അപ്പോൾ ഈ 4 പേരുടെ വർക്ക് ഇവർ 2 പേരും കൂടി ചെയ്യുമ്പോൾ നാച്ചുറലി ഇവർക്ക് കിട്ടിയായിരുന്ന 25,000 പകരം ഇവരുടെ 25,000 കൂടി ഇവർക്ക് തന്നെ കിട്ടേണ്ടതാണ്. പക്ഷെ അത് കൊടുക്കുമോ? കൊടുക്കില്ല. അപ്പം എന്തു ചെയ്യും? ഇവർക്ക് പണിയെടുക്കുന്നവർക്ക് ആ പഴയ തുകയിൽ തന്നെ ജോലി ചെയ്യേണ്ട സാഹചര്യം വരും. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാവും? അന്ന് 25,000 ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ പ്രോഡക്റ്റ് ഹൈക്കൊക്കെ വന്നപ്പോൾ ഓരോന്നിൻ്റെയും വില കൂടിയപ്പോൾ ഈ 25,000 കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരികയും അവർക്ക് ഹൈക്ക് വേണമെന്നുള്ളൊരു താല്പര്യവും ആവശ്യവും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും. നാച്ചുറലി സംഭവിക്കുന്ന കാര്യമാണല്ലോ. അങ്ങനെയാണ് വേജ് ഹൈക്ക് വേണമെന്നൊരാവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. മെനി അറേബിൾ ലാൻഡ്സ് ഇൻ ഇംഗ്ലണ്ട് ലേ അൺകൾട്ടിവേറ്റഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് പെസൻസ് കോസ്ഡ് ബൈ ദ ബ്ലാക്ക് ഡെത്ത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇവർ 4 പേരും ഒരേ സ്ഥലത്ത് ജോലി ചെയ്തിരുന്നവരാണെങ്കിൽ ഇവിടെ നിന്ന് 2 പേര് മരിച്ചു പോയാൽ ബാക്കി പണിയെടുക്കാൻ ഈ 2 കൂട്ടരേ ബാക്കിയുള്ളൂ. അവർ തന്നെ ചെയ്യണം. അപ്പം അവർ 4 പേരുടെയും പണിയെടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? The price of agricultural products also increased. കാരണം ഈ 4 പേര് വലിച്ചാൽ ഈ വണ്ടി മുന്നോട്ട് നീങ്ങില്ല. 4 പേര് വലിച്ചേർന്ന വണ്ടി 2 പേര് വലിക്കുമ്പോൾ വണ്ടിയുടെ ഫോഴ്സ് കുറയും. അത് ഉറപ്പുള്ള കാര്യമല്ലേ? അപ്പോൾ പ്രോഡക്ട്സിൻ്റെ അവൈലബിലിറ്റി കുറയും, സപ്ലൈ കുറയും. സപ്ലൈ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? സപ്ലൈ കുറവും ഡിമാൻഡ് കൂടുതലും ആണെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ആ പ്രൈസ് ഇൻക്രീസ് അവിടെയും സംഭവിച്ചു. ബട്ട് ദ ലാൻഡ് ലോഡ്സ് വെർ നോട്ട് റെഡി ടു എഗ്രി വിത്ത് ദ ഇൻക്രീസ് ഇൻ വേജ് ലെവൽ. പക്ഷെ ലാൻഡ് ലോഡ്സ് വേജ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല. ദ ലാൻഡ് ലോഡ്സ് വ്യൂഡ് ദ റൈസ് ഇൻ വേജസ് as a sign of social upheaval and unsubordination, and they reacted with severe suppressive measures. ഇവർ വേജ് ഹൈക്ക് ചോദിക്കും, ലാൻഡ് ലോഡ്സ് ഒരിക്കലും കേൾക്കാത്ത ഭാഗത്തിൽ നിൽക്കും.
എന്നിട്ട് ഇവരെന്തെങ്കിലും പ്രതിഷേധം മുന്നോട്ട് വയ്ക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അപ്പുറത്തു കൂടെ അതിനടിച്ചമർത്താനുള്ള നടപടികൾ എടുക്കും. കാരണം ലാൻഡ് ലോഡ്സിന് ലാഭം കിട്ടി ശീലമായി കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് മാറി തങ്ങളുടെ ലാഭത്തിനൊരു കോട്ടം സംഭവിക്കാൻ അവരനുവദിക്കില്ല. ആ കിട്ടിയറിഞ്ഞ എമൗണ്ട് തന്നെ കിട്ടിക്കൊള്ളണം എന്നുള്ളൊരു ധാരണയിലേക്ക് അവർ നാച്ചുറലി ചേഞ്ച് ആവും. ആ ചേഞ്ചാണ് ഇവിടെ കാണുന്നത്. ഇറ്റ് വാസ് ഇൻ ദി ബാക്ക്ഡ്രോപ്പ് that the parliament passed legislation called Statute of Labourers in 1351 under the auspices of King Edward III. കിങ് എഡ്വേർഡിൻ്റെ നേതൃത്വത്തിൽ 1351 പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കി. പാർലമെൻറ്റിൻ്റെ നിയമങ്ങളൊക്കെ ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? ലാൻഡ് ലോഡ്സിന് വേണ്ടിയിട്ടായിരിക്കും. ബിക്കോസ് ദേ ആർ ദ മെജോറിറ്റി ക്ലാസ് ഇൻ ദി പാർലമെൻറ്റ്, നോ ഡൗട്ട്. മെജോറിറ്റി അല്ല, അവർ മാത്രമേ ഉള്ളൂ. കാരണം മറ്റവർക്ക് പാർലമെൻറ്റിലേക്ക് മത്സരിക്കാനോ വിജയിക്കാനോ ഉള്ള അർഹതയില്ല. കാൻഡിഡേറ്റ് ലിസ്റ്റിൽ വരാൻ അവർക്ക് പാടില്ല. പിന്നെ എങ്ങനെയാണ് അവർ മത്സരിക്കുക? അവരെങ്ങനെയാണ് ജയിക്കുക? The legislation reads, anyone under the age of 60 except traders, craftsmen and those with private means had to work for wages which were set at their various pre-plague levels. 60 വയസ്സിന് താഴെയുള്ള ക്രാഫ്റ്റ്മെന്നോ അല്ലെങ്കിൽ ട്രേഡേഴ്സോ അല്ലാത്തവരൊക്കെ തന്നെ എന്ത് ചെയ്യണം? പ്രീ പ്ലേഗ് പീരീഡിൽ എത്ര രൂപയ്ക്കാണോ വർക്ക് ചെയ്തത് ആ ലെവലിൽ തന്നെ വർക്ക് ചെയ്യാൻ നിർബന്ധിതരാണ്. രാജ്യത്തെ നിയമമാണ്, അനുസരിക്കാണ്ട് പറ്റില്ല. അവിടെ ഒരു ഓപ്ഷൻ അല്ലത്, അതേ ഉള്ളൂ, സിംഗിൾ ഓപ്ഷൻ. The legislation also made an offense for landless men to seek new masters or to be offered higher wages. ഇങ്ങനൊരു നിയമം വന്നപ്പോൾ 2 പണി കിട്ടിയവർക്ക്, സാധാരണക്കാരന്. ഒന്നാമത്തെ കാര്യം, അവർക്കൊരു പുതിയ ആളുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം പഴയ കരാറിൽ ഇവിടെ വർക്ക് ചെയ്യാൻ നിർബന്ധിതരാണ്. പറഞ്ഞത് മനസ്സിലായോ? മുൻപേ ഉണ്ടായിരുന്ന നിയമം, ഈ നിയമം അനുസരിച്ച് മുൻപേ ഉണ്ടായിരുന്ന വേജിൽ പണിയെടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. എനിക്ക് ഈ കൃഷിയിടം പറ്റില്ല, എനിക്ക് അപ്പുറത്തെ ആളുടെ പണിയെടുക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ നടക്കില്ല. നിങ്ങൾ ഇവിടെ എത്ര രൂപയ്ക്കാണോ ഫിക്സ് ചെയ്തിട്ടുള്ളത് നിങ്ങളെ ആ രൂപയ്ക്ക് ഇവിടെ ഇരുന്ന് പണിയെടുത്താൽ മതി, അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. മാത്രമല്ല ഈ നിയമമുള്ളതുകൊണ്ട് കൂടുതൽ വേജ് ചോദിക്കാനും പറ്റില്ല. കാരണം പഴയ വേജ് ലിമിറ്റിൽ തന്നെ ജോലി ചെയ്യണമെന്ന് ഗവൺമെൻറ് റൂളാണ്. അപ്പോൾ പിന്നെ സാധാരണക്കാരൻ എന്താ ചെയ്യുക? ഒന്നെങ്കിൽ പ്രതിഷേധിക്കണം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം. അവൻ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു. So the legislation prohibited requesting or offering a wage higher than pre-plague standards or limited movements of workers in search for better conditions. Workers who violated the statute of laborers were fined and were put in stocks. അവരെ സ്റ്റോക്സ് ആക്കുന്നു, അല്ലെങ്കിൽ അവരെ ജയിലിൽ അടയ്ക്കുന്നു എന്നുള്ളൊരവസ്ഥ. ആരാണോ വേജ് കൂടുതൽ ചോദിച്ചുകൊണ്ട് സമരം ചെയ്യുകയോ പ്രതിഷേധം നടപ്പിലാക്കുകയോ എന്ത് ചെയ്യുന്നോ അവരെയൊക്കെ പിടിച്ച് ജയിലിലിടും. അതിന് പറ്റില്ലെങ്കിൽ എന്തു ചെയ്യും? ജയിലിലിടാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ മാത്രം അവരെ സ്റ്റോക്സ് ആക്കി നിർത്തും. സ്റ്റോക്സ് എന്താണെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. എ ടൈപ്പ് ഓഫ് പണിഷ്മെൻറ്റ് തന്നെയാണ്. സ്റ്റോക്സ് വെർ യൂസ്ഡ് ഇൻ ദി മിഡീവൽ ടൈംസ് ആസ് എ ഫോം ഓഫ് പണിഷ്മെൻറ്റ് ഇൻവോൾവിങ് പബ്ലിക് ഹ്യൂമിലിയേഷൻ. ആൾക്കാരുടെ മുൻപിൽ കൊണ്ട് നിർത്തി നാണം കെടുത്തുന്ന രീതിയാണ് സ്റ്റോക്സ് എന്ന് പറയുന്നത്. എന്തൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ദ സ്റ്റോക്സ് വെർ ഓഫൺ ലൊക്കേറ്റഡ് ഇൻ എ പബ്ലിക് സ്പേസ് സോ ദാറ്റ് ദ പീപ്പിൾ ഹൂ പാസ്ഡ് ദ വിക്ടിം വുഡ് നോ ഹി ബ്രോക്ക് സം ലോ. ഞാൻ എന്നെ ഒരു പൊതുനിരത്ത് കൊണ്ടുപോയിട്ട് നിർത്തുകയാണ്, ഞാൻ അവിടെ നിന്ന് അനങ്ങാൻ പാടില്ല, ഞാൻ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ എന്നെ കടന്നു പോകുന്നവർക്കൊക്കെ മനസ്സിലാവും എന്തോ തെറ്റ് ചെയ്തിട്ട് ആ ചങ്ങായിക്ക് പണി കിട്ടിയിട്ടാ അവനെ സ്റ്റോക്കായിട്ട് അവിടെ നിർത്തിയിരിക്കുക. ഇതാണ് സ്റ്റോക്സ്. 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമൊക്കെ
നിങ്ങൾ കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന നമ്മളുടെ നിവിൻ പോളി അഭിനയിച്ച സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനകത്ത് കണ്ടിട്ടില്ലേ, ആ ഒരു പബ്ലിക് പ്ലേസിൽ തലകീഴായിട്ട് കെട്ടി തൂക്കിയിട്ടിരിക്കുക. അപ്പോൾ പോകുന്നവർക്കൊക്കെ മനസ്സിലാവും എന്തോ ക്രിമിനൽ കുറ്റം ചെയ്തിട്ടാണ് ഇത്രയും വലിയ ശിക്ഷ കൊടുത്തിരിക്കുന്നത്. ഇത് പണ്ട് കാലത്തും ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നതാണ്. അതിനവർ വിളിച്ചിരുന്ന പേരാണ് സ്റ്റോക്സ്. പൊതുനിരത്ത് കൊണ്ടുപോയിട്ട് വെറുതെ നിർത്തുക, വേറെ ഒന്നുമില്ല, അനങ്ങാൻ പാടില്ല, ഒന്നും ചെയ്യാനും പാടില്ല, അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ പോകുന്നവർക്കൊക്കെ മനസ്സിലാവും ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. ആസ് പണിഷ്മെൻറ്റ് ഫോർ ഡിസോബേയിങ് ദ സ്റ്റാറ്റ്യൂട്ട് ഇൻ 1360 punishment became worse. Workers who demanded higher wages were sent to prison. 1360 ആയപ്പോഴേക്കും ഈ കൊണ്ടു നിർത്തലും കളിയാക്കലും പേടിപ്പിക്കലൊക്കെ മതിയാക്കി, നേരെ ജയിലിലിടാൻ തുടങ്ങി. The statute was strictly enforced for several years and caused a great deal of discontent among the peasant laborers. ഇപ്പം നിയമം ഇത്രയും ശക്തമായിട്ട് ഇവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ജനങ്ങൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ തന്നെ തീരുമാനിച്ചു. അവർക്ക് വേറെ മാർഗ്ഗമില്ല, കാരണം ഈ പറയുന്ന എമൗണ്ടിൽ വർക്ക് ചെയ്താൽ അവരുടെ ജീവിതം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നന്നായിട്ട് അറിയാം. ദിസ് വാസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് സ്ട്രോങ് ആൻഡ് വയലന്റ് peasant revolt in 1381. Thus Black Death contributed indirectly to the peasant revolt of 1381. ഈ സാഹചര്യങ്ങളും ഈ സ്റ്റാറ്റ്യൂട്ടും ഒക്കെ തന്നെയാണ് എന്തിന് കാരണമായത്? പെസൻസ് റിവോൾട്ട് ചെയ്യാനായിട്ട് കാരണമായത്. അങ്ങനെ നോക്കുമ്പോൾ ബ്ലാക്ക് ഡെത്ത് കാരണം സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലേബേഴ്സ് വന്നു, സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലേബേഴ്സ് കാരണം പെസൻറ്റ് റിവോൾട്ട് വന്നു. അങ്ങനെയെങ്കിൽ പെസൻറ്റ് റിവോൾട്ടിൻ്റെ ഇൻഡയറക്റ്റ് റീസൺ ആണ് ബ്ലാക്ക് ഡെത്ത്. ക്ലിയർ അല്ലേ? ബ്ലാക്ക് ഡെത്ത് വീക്കെൻഡ് ദ ഫ്യൂഡൽ സ്ട്രക്ചർ ആൻഡ് പവർ ഓഫ് ദി ഫ്യൂഡൽ ലോർഡ്സ് ഇൻ ഇംഗ്ലണ്ട്. നമ്മൾ ഓൾറെഡി ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസത്തിൽ ചർച്ച ചെയ്താണ്. ഇവിടെ അവർ എഴുതിയിട്ടുണ്ട് ഫോർ ഡീറ്റെയിൽ സി ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം. നമ്മൾ പറഞ്ഞതാണ് എങ്ങനെയാണ് ബ്ലാക്ക് ഡെത്ത് ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായതെന്ന്. Another immediate consequence of the Black Death was the temporary halt to campaigns of 100 Years' War. The pandemic diverted the attention of monarchs towards from war to secure lives. ജനജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് മൊണാക്സിൻ്റെ രാജാക്കന്മാരുടെ ശ്രദ്ധയെ തിരിച്ചുവിട്ട ഇൻസിഡൻ്റാണ് ബ്ലാക്ക് ഡെത്ത്. അതുവരെ ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടില്ല. യുദ്ധം ചെയ്യണം, പുതിയ സ്ഥലങ്ങൾ പിടിച്ചെടുക്കണം, അധികാരം വലുതാക്കണം. ഇതല്ലാതെ ജനങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം താങ്കൾക്ക് ഉണ്ട് എന്നുള്ള ബോധ്യവും തിരിച്ചറിവും അവർക്ക് വന്നത് ഇത്തരത്തിലൊരു അസുഖം, ഒരു ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്ന ഇൻസിഡൻറ്റ് ചരിത്രത്തിൽ സംഭവിച്ചപ്പോൾ മാത്രമാണ്. The inception of sheep farming in England was another impact of Black Death. After the Black Death, much of England's arable land were converted to pasture, mainly for sheep. അപ്പോൾ അറേബിൾ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണിനെയാണ് അറേബിൾ ലാൻഡ് എന്ന് വിളിക്കുന്നത്. ഈ അറേബിൾ ലാൻഡിൽ കൃഷി മാത്രമേ ചെയ്യുള്ളൂ, കാരണം ഏറ്റവും ഫെർട്ടൈൽ ലാൻഡാണ്. ആ ഫെർട്ടൈൽ ലാൻഡിൽ വേറെ എന്തെങ്കിലും ചെയ്താൽ കൃഷി പിന്നെ ഫെർട്ടിലിറ്റി ഇല്ലാത്ത ലാൻഡിൽ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതുകൊണ്ട് അറേബിൾ എന്ന് പറയുന്ന അവരുടെ മോസ്റ്റ് ഫെർട്ടൈൽ ലാൻഡിൽ അവർ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന കൃഷി സ്ഥലത്തിന് പകരം അവരവിടെയൊക്കെ പുൽത്തകിടികൾ പണിയാനായിട്ട് തുടങ്ങി. പുല്ലാവുമ്പോൾ വലിയ കൃഷിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, വെറുതെ കുറച്ച് പുല്ലിൻ്റെ ഇത് വെതറിട്ടാൽ അതങ്ങോട്ട് മുളച്ചു പൊന്തിക്കോളും. എന്നിട്ട് ഈ പുല്ല് മുളപ്പിക്കുന്നത് എന്തിനാ, അല്ലെങ്കിൽ പുല്ലിങ്ങനെ പുൽമേടുകൾ ഉണ്ടാക്കുന്നത് എന്തിനാ? ഷീപ്പ് ഫാമിങ്ങിന്. ആടുകളെ അങ്ങോട്ട് തുറന്നു വിട്ടാൽ പോരെ. വലിയൊരു ഏരിയ ഫുള്ള് പുല്ലാക്കി വെച്ചിരിക്കുകയാണ് കൃഷി ചെയ്യാൻ. കാരണം കൃഷി ചെയ്യാൻ ആളില്ല, ആളുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഹയർ വേജ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും ലാഭമുള്ള പരിപാടി കുറേ ആടുകളെ മേടിച്ച് ഷീപ്പ് ഫാമിംഗ് നടത്തും.
Many workers were needed to grow and harvest grain, so some lots began to raise sheep instead. Raising sheep required fewer workers and there were more customers for the meat and for woolen clothes. അതാണ് അവരുടെ നേട്ടം. ഒരു വലിയ ലാൻഡ് ഏരിയ കയ്യിലുണ്ടെങ്കിൽ ആ ലാൻഡ് ഏരിയയിൽ കൃഷി ചെയ്യണമെങ്കിൽ ഒരുപാട് പണിക്കാർ വേണം, അവർക്ക് ശമ്പളം കൊടുക്കണം, അവരുടെ കാര്യങ്ങൾ നോക്കണം. അതേസമയം ഒരുപാട് ലാൻഡ് ഏരിയ ഉണ്ടെങ്കിൽ അവിടെ ഒരു വലിയ പുൽത്തകിടി പണിതുണ്ടാക്കി അവിടേക്ക് വേണ്ട അല്ലെങ്കിൽ ആ പുൽത്തകിടിയിലെ പുല്ല് തിന്നാൻ മാത്രമുള്ള ആടുകളെ വളർത്തിയാൽ ആടിൻ്റെ ഇറച്ചിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ വരും. ആടിൻ്റെ രോമം കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾക്കും കമ്പിളിക്കും വേണ്ടിയിട്ട് ആൾക്കാർ നമ്മളെ തേടി വരും. അതിലൂടെ കിട്ടുന്ന ലാഭം ഈ കൃഷി ചെയ്ത് കിട്ടുന്നതിനേക്കാൾ കൂടുതലാണെന്ന് അവർ തിരിച്ചറിയാൻ തുടങ്ങി. കാരണം വർക്കേഴ്സ് കുറവാണ്, ചിലവ് അധികമില്ല, കിട്ടണത് മുഴുവൻ ലാഭത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ ലാഭത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെടാൻ ഇത് കാരണമായി തീർന്നു. ദിസ് ഹെൽപ്ഡ് ടു ബൂസ്റ്റ് the cloth and woolen industry. Production of these goods increased and the export of wool made England rich. ഇംഗ്ലണ്ട് എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ട്രേഡിംഗ് മാർഗമായിരുന്നു, ട്രേഡിൽ അവർക്ക് മുന്നോട്ട് വരാനുള്ള ഉപാധിയായിരുന്നു. അതവർ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് സംഭവിച്ചു? അവർ ഇംഗ്ലണ്ട് റിച്ചായിട്ട് മാറി. ഈ തുണി വിറ്റും ഈ ആടിൻ്റെ രോമം കൊണ്ടുണ്ടാക്കിയ തുണികളും അല്ലെങ്കിൽ കമ്പിളികൾ വിറ്റിട്ടും അവർ കൂടുതൽ റിച്ച് ആവാനായിട്ട് തുടങ്ങി. കാരണം മറ്റു പ്രദേശങ്ങളിലേക്കും ഇത്തരം വസ്ത്രങ്ങൾ ആവശ്യമായിട്ട് വരും. Some serfs and peasants also reared sheep and obtained profit from the sale of wool. Peasants eventually became free to move away from estates owned by lords. Some peasants were even able to buy their own land. അപ്പോൾ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? സാധാരണക്കാരനായ കൃഷിക്കാരന് കൃഷി ചെയ്യാൻ ഭൂമിയില്ല, വലിയ ലാൻഡ് ലോഡ്സൊക്കെ ഷീപ്പ് ഫാമിങ്ങിലേക്ക് കിടന്നു. അപ്പോൾ സാധാരണക്കാരനായിട്ടുള്ളവൻ എന്ത് ചെയ്യും? അവന് പണിയില്ല. അപ്പോൾ അവൻ തന്നെ ഈ പറയുന്ന കമ്പിളി വിറ്റും ഈ തുണി വിറ്റും കിട്ടുന്ന പൈസ ഉപയോഗിച്ച് അവർ ചെറിയ ചെറിയ ലാൻഡ് ഏരിയകൾ സ്വന്തമായിട്ട് മേടിച്ച് അവർക്ക് വേണ്ടിയിട്ട് മാത്രം കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം. വലിയ ലാർജ് സ്കെയിലുള്ള കൃഷിയൊന്നുമില്ല, സ്വന്തം കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടുന്ന രീതിയിൽ ലൈവ്ലിഹുഡ് കണ്ടെത്താൻ വേണ്ടി ചെറിയൊരു ലാൻഡ് ഏരിയ മേടിക്കും. ആ ലാൻഡിൽ അവരെ കൊണ്ട് കഴിയാവുന്ന കൃഷി ചെയ്ത് നേട്ടമുണ്ടാക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത്രയുമാണ് ബ്ലാക്ക് ഡെത്ത് കൊണ്ട് ഇംഗ്ലണ്ടിലുണ്ടായ ഇമ്പാക്റ്റുകൾ എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് പെസന്റ് റിവോൾട്ടാണ്. ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലേബറേഴ്സ് പുറപ്പെടുവിച്ചതിൻ്റെ പേരിലും ജോലി നഷ്ടപ്പെട്ടതിൻ്റെ പേരിലും കൃഷി ചെയ്യാൻ ഭൂമി കിട്ടാത്തതിൻ്റെ പേരിലും പെസൻസ് റിവോൾട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ 1351 അത് ചരിത്രത്തിൽ തന്നെ പ്രശസ്തമായിട്ടുള്ള പെസന്റ് റിവോൾട്ടായിട്ട് മാറുകയായിരുന്നു. അതാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെടുത്ത ഭാഗം എല്ലാവരും നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കി വയ്ക്കുക. ഒപ്പം തന്നെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.